Good evening, sir. Yes. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? യെസ്, ആൾഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അതിനകത്ത് ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് നൗ. യെസ്, പറഞ്ഞു. ആദ്യം നമ്മൾ ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് രണ്ടും കൂടിയുള്ള പ്രിപ്പറേഷൻ, അതിനുശേഷം ആൾഡിഹൈഡ്സ് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്തു, ദെൻ കീറ്റോൺസിന്റെ മാത്രമായിട്ടുള്ള പ്രിപ്പറേഷൻ. അപ്പൊ അതിനകത്ത് ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ കെമിക്കൽ റിയാക്ഷൻസിലോട്ടാണ് പോകേണ്ടത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. പറഞ്ഞോ, എനി ഡൗട്ട്സ്? ആർക്കും ഒരു ഡൗട്ടും ഇല്ല. അപ്പോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. വാട്ട് ആർ ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്? ഇപ്പൊ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞതാണ്. അതായത് ആൾഡിഹൈഡ്സ് ആയാലും കീറ്റോൺസ് ആയാലും അവർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് സി ഡബിൾ ബോണ്ട് O. അപ്പോ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അവിടെ എന്ത് പറയാം? അൺസാച്ചുറേഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ഇറ്റ് ഈസ് അഡീഷൻ റിയാക്ഷൻ. അതായത് ഒരു ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള സാധനം. അത് വന്നിട്ട് നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? നോക്ക്, സി ഡബിൾ ബോണ്ട് O മീൻസ് oxygen is more electronegative than carbon. So this electron will go to oxygen so that you will get C, oxygen with a negative charge, carbon with a positive charge. ഇവിടെ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഞാൻ പറയുന്നത്. സോ അറ്റ് ഫസ്റ്റ് അവർ ന്യൂക്ലിയോഫൈൽ വിൽ അറ്റാക്ക് ദിസ് കാർബൺ, അതാണ് Nu മൈനസ്, സോ ദാറ്റ് യു വിൽ ഗെറ്റ് C. ഇവിടെ ന്യൂക്ലിയോഫൈൽ, ഇവിടെ യു വിൽ ബി ഹാവിംഗ് ദി നെഗറ്റീവ് ഇലക്ട്രോൺ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പാണ് ദിസ് ഇലക്ട്രോഫൈൽ വിൽ അറ്റാക്ക് അവർ ഓക്സിജൻ ആറ്റം, സോ ദാറ്റ് യു വിൽ ഗെറ്റ് കാർബണില് ദർ ഈസ് എ ന്യൂക്ലിയോഫൈൽ, ഓക്സിജനില് ദർ ഈസ് എൻ ഇലക്ട്രോഫൈൽ. അതായത് ഈ ടൈപ്പിലുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ഇപ്പൊ ആദ്യം ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആദ്യം തന്നെ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ സയനൈഡ്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ NU എന്നുള്ളതിന് പകരം വരുന്നത് ഇറ്റ് ഈസ് ഹൈഡ്രജൻ സയനൈഡ്, HCN, where H will be H plus, other will be CN minus. അപ്പൊ ഇവിടെ നമ്മുടെ റിയാക്ഷൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അതായത് അറ്റ് ഫസ്റ്റ് അവർ ന്യൂക്ലിയോഫൈൽ will react with this carbon so that you will get carbon with a nucleophile, oxygen with a negative charge. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ കാർബണിലുള്ള ന്യൂക്ലിയോഫൈൽ O minus will react with our positive electrophile and you will get carbon nucleophile O electrophile. Is it clear? അപ്പോ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് സ്റ്റെപ്പ് ആയതുകൊണ്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് ഈസ് ദി സ്ലോ സ്റ്റെപ്പ്, രണ്ടാമത്തതാണ് ഇത് ഫാസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് യു നോ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി സ്ലോ സ്റ്റെപ്പ്. സ്ലോ സ്റ്റെപ്പിനാണ് നമ്മുടെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ റിയാക്ഷൻ. സോ ഇൻ ദിസ് റിയാക്ഷൻ അവിടെ ഒന്നാമതായിട്ട് റിയാക്ട് ചെയ്യുന്ന സാധനം യു ക്യാൻ സി ദിസ് ഈസ് അവർ hydrogen cyanide. അപ്പൊ ആദ്യം nucleophile will attack, that is our Cn minus will attack this carbon so that you will get ഇവിടെ എന്ത് വരും?
Cn minus. രണ്ടാമത്തെ നമ്മുടെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്ന സാധനം it is H plus, so that you will get this H. അപ്പൊ ഇവിടെ ന്യൂക്ലിയോഫൈലിന് പകരം ഇവിടെ Cn. മനസ്സിലായോ? And you can see the same carbon atom, it is having the two functional groups. ഏതൊക്കെയാണ്? One is OH group, other is the Cn, cyanide group. അപ്പോ ഒരേ കാർബൺ ആറ്റത്തിൽ തന്നെ OHഉം cyanide-ഉം വരുന്നുണ്ടെങ്കിൽ that compound it is known as cyanohydrin. അപ്പൊ ആ ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? That compound is known as a cyanohydrin. So when aldehydes or ketones are treated with hydrogen cyanide, you will get a cyanohydrin. ഇപ്പോ ആൽഡിഹൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ you can say aldehyde cyanohydrin. കീറ്റോൺ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ that keto cyanohydrin ആണ് നമ്മുടെ കോമ്പൗണ്ട്. Is it clear? Yes, sir. Then രണ്ടാമത്തത് അതേ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്, പക്ഷെ റിയാക്ട് ചെയ്യുന്ന സാധനം it is sodium bisulfite. സൾഫേറ്റ് അല്ല, സൾഫൈറ്റ് ആണ്. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ SO4, ഇത് സൾഫൈറ്റ് ആണ്, SO3 ആണ്. So here our reaction takes place according to the same mechanism. അതായത് ഇവിടെ Cn മൈനസ് എന്നുള്ളതിന് പകരം it is nothing but HSO3 minus. അപ്പൊ ഇവിടെ Cn മൈനസിന് പകരം this will become SO3H. And our electrophile is nothing but Na plus. കാരണം sodium bisulfite will be splitting as Na plus and HSO3 minus. So this will become SO3H and this will become ONA. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SO3H is an acid. അതിന്റെ തൊട്ടടുത്തൊരു ONA ആണുള്ളത്. So here rearrangement take place. So what is that rearrangement? This H will go to oxygen, Na will go to this oxygen, so that you will get, this will become SO3Na, corresponding sodium salt ആയിട്ട് മാറി this will become OH. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ, that is addition of sodium bisulfite, and this is known as the bisulfite addition product. Bisulfite addition product. അപ്പൊ ഇത് രണ്ടാമത്തെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ക്ലിയർ? ഇനി നെക്സ്റ്റ് റിയാക്ഷൻ എന്താ പറഞ്ഞു? എനി ഡൗട്ട്സ്? No, sir. Clear ആണ്. Okay. Then മൂന്നാമത്തത് അഡീഷൻ ഓഫ് ആൽക്കഹോൾസ്. ROHന്റെ അഡീഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. Addition of alcohol to this C double bond O. അപ്പൊ ഇവിടെ നമ്മുടെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സ്പ്ലിറ്റിംഗ്? This will become RO minus and H plus. ഇതാണ് നമ്മുടെ റിയാക്ഷൻ വരുന്നത്. So what happens when this carbonyl group or aldehydes or ketone, it is treated with an alcohol, this alcohol will become ROH nallathu, this will be converted to RO minus and H plus. ഇതാണ് splitting. So RO minus ആണ് നമ്മുടെ nucleophile, H plus is our electrophile. Got it? അപ്പൊ റിയാക്ഷൻ സെയിം റിയാക്ഷൻ തന്നെ നടക്കും. ആദ്യം this will become OR, this will become OH. അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ we can say this as O minus. Then അടുത്തത് C
OR ഇവിടെ O minus will react with H plus giving OR OH. Is it clear? This compound, the name is hemiacetal. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, only aldehydes will react with primary alcohols or monohydric alcohols to give the corresponding compound known as hemiacetal. ഇവിടെ H എഴുതുന്നതിന്റെ കാര്യം എന്താണ്? ഇത് ആൾഡിഹൈഡ് ആണ്, CHO ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിടെ ഒരു റിയാക്ഷനും കൂടെ ബാക്കിയുണ്ട്. The same hemiacetal will further react with the same alcohol. മനസ്സിലായില്ലേ? ഇവിടുന്ന് one water molecule will be eliminated. അവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് കിട്ടും? ഇത് H ഹൈഡ്രജൻ ആൾഡിഹൈഡ്സ് ആണ്. ഇവിടെ OR, this also will be converted to OR. This compound is known as acetal. ഇത് പകുതി അസിറ്റാൾ, this is acetal. പകുതി എന്നുള്ളതാണ് ഹെമി അസിറ്റാൾ. The other one is known as acetal. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, only aldehyde will react with monohydric alcohols. എന്താ monohydric alcohol എന്ന് പറഞ്ഞാല്? ആൽക്കഹോൾ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. The alcohol which contain only one OH group, that is monohydric alcohol. Is it clear? Reaction ഒന്നും കൂടെ പറയണമെങ്കിൽ പറയാം. ക്ലിയർ ആണ്? ഇനി അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പൊ പറഞ്ഞു കീറ്റോൺസ് വിൽ നോട്ട് റിയാക്ട് വിത്ത് മോണോഹൈഡ്രിക് ആൽക്കഹോൾസ്. പക്ഷേ കീറ്റോൺ വിൽ റിയാക്ട് വിത്ത് ഡൈഹൈഡ്രിക് ആൽക്കഹോൾസ്. എന്താ ഡൈഹൈഡ്രിക്? രണ്ട് OH ഗ്രൂപ്പ് ഉള്ള ആൽക്കഹോൾ ആയിട്ട് നമ്മുടെ കീറ്റോൺ റിയാക്ട് ചെയ്യും. സോ ദാറ്റ് നോയിക്കോ റിയാക്ഷൻ C ഡബിൾ ബോണ്ടോ ഇറ്റ് ഈസ് എ കീറ്റോൺ പ്ലസ് ഇവിടെ we can say ethylene glycol. രണ്ട് OH ഗ്രൂപ്പ് ഉള്ള സാധനമാണ് ethylene glycol. അപ്പൊ നേരത്തെ പറഞ്ഞ അതേപോലെ അവിടെ റിയാക്ഷൻ നടക്കും. This will become H plus O minus. നോക്ക്, C ഇവിടെ O, this will become CH2OH, this will become OH. ആ കോമ്പൗണ്ട് ക്ലിയർ ആണോ എഴുതിയത്? അത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ നോക്ക്, ഇത് വേറെ കളറിൽ എഴുതാം. ഇതിലുള്ള നമ്മുടെ ആൽക്കഹോളില്ലേ ROH will be converted to RO minus and H plus. ഇതല്ലേ? അപ്പൊ ഇതൊരു ആൽക്കഹോൾ ആണെന്ന് വിചാരിക്കുക. അപ്പോ ഇതെന്തായിട്ട് മാറും? This will become O minus, this will become H plus. അത് ക്ലിയർ ആണോ? കാണുന്നില്ല ഇത് മുകളില്? കാണുന്നില്ല? അപ്പൊ എന്ത് ചെയ്യും? This H plus will go to oxygen. അതാണ് ഇത് OH ആയിട്ട് മാറിയത്. So this O will form a bond with carbon. അപ്പൊ ഇത് CO CH2OH. ക്ലിയർ? അതാണ് CO CH2OH. ഇത് OH ആയിട്ട് മാറി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ അടുത്ത റിയാക്ഷൻ. So this reaction, it is taking place in the presence of dry HCl. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, രണ്ട് OH ഇതേപോലെ ഉണ്ടല്ലേ, ഇത് അടുത്തടുത്ത് വരുമ്പോ എന്താവും? ഇതിലുള്ള Hഉം ഇതിലുള്ള OHഉം കൂടെ ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ആസ് വാട്ടർ. സോ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ കോമ്പൗണ്ട് C. ഇത് O CH2OC, and this compound it is known as a ketol. ഇത് acetal ആണ് aldehydes ഉള്ളത്. This is known as a ketol.
or you can say it is a cyclic ketol. എന്താ cyclic ketol? ഇത് ഒരു റിംഗ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ സൈക്കിൾ. അതാണ് ആൽക്കഹോളും നമ്മുടെ ആൽഡിഹൈഡും തമ്മിലുള്ള റിയാക്ഷൻ, അതേപോലെ ആൽക്കഹോളും കീറ്റോണും തമ്മിലുള്ള റിയാക്ഷൻ. Alcohols react with aldehydes to form hemiacetal and acetal, but ketone react with only dihydric alcohols. Ketone will not react with monohydric alcohols, and it gives a cyclic ketol. ഇതാണ് reaction of aldehydes and ketones with alcohols. So aldehyde only will react with monohydric alcohols. Ketones will not react with the monohydric alcohols, but it reacts with dihydric alcohols to give cyclic ketones. Got it? Then അടുത്ത റിയാക്ഷൻ, ഇത് നിങ്ങൾ ആൽക്കഹോൾസിലെ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്, അഡീഷൻ ഓഫ് ആർ എം ജി എക്സ്. ഓർമ്മയുണ്ടോ? It is the method of preparation of alcohols from aldehydes and ketones. ഇത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അങ്ങനെയാണ് പഠിച്ചത്. ആൽക്കഹോൾസിന്റെ methods of preparation ആണ്. And this method, it is a very very important method, because by this method എന്ത് ചെയ്യാം, you can prepare all the three types of alcohols. അതായത് you can prepare primary alcohol, you can prepare secondary alcohol, and also you can prepare tertiary alcohols. നോക്ക്, ഒന്നാമത്തെ റിയാക്ഷൻ ഫോർമാൽഡിഹൈഡ്. ആദ്യം അതിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. അതായത് ഫോർമാൽഡിഹൈഡ് റിയാക്ട് വിത്ത്, നോക്ക്, ഫോർമാൽഡിഹൈഡ് റിയാക്ട് വിത്ത് Grignard reagents followed by hydrolysis give primary alcohol. But aldehydes other than formaldehyde, formaldehyde എന്ന് പറഞ്ഞാൽ ഇതാണ് HCHO, that is the simplest aldehyde. ഫോർമാൽഡിഹൈഡ് ആണ് Grignard reagent ആയിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്നത് ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. ബട്ട് aldehydes other than formaldehyde, you can say RCHO, where R is an alkyl group. അതാണെങ്കിൽ that react with the Grignard reagent followed by hydrolysis will give you secondary alcohol. അപ്പൊ ഇവിടെ you will get 1 degree alcohol, here you will get 2 degree alcohol or secondary alcohol. Then third one, ketones. Ketones will react with Grignard reagent followed by hydrolysis will give you a tertiary alcohol. ശരിക്കും ശ്രദ്ധിക്കുക, ഇവിടെ നോക്ക്, ഒന്നാമത്തെ റിയാക്ഷൻ HCH ഡബിൾ ബോണ്ടോ പ്ലസ് RMgX. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, Grignard reagentന്റെ റിയാക്ഷൻ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, Grignard reagent will be splitting as R minus and Mg plus. ഇങ്ങനെ മാത്രമേ നമ്മുടെ Grignard reagent സ്പ്ലിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ Grignard reagent ഇങ്ങനെയായിട്ട് മാറും. വാട്ട് അബൌട്ട് ദി ആൽഡിഹൈഡ് ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? This will be converted to C plus and O minus. Is it clear? ഇനി നിങ്ങൾക്ക് പറയാലോ, R minus എവിടെ പോവും? Mgx എങ്ങോട്ട് പോവും? R minus will go to positive carbon, Mg plus will go to O minus. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ? ഇത് C, ഇവിടെ 2 H ഉണ്ട്, ഫോർമാൽഡിഹൈഡിന്റെ 2 H. Then this carbon contain R minus, this oxygen contain Mgx. ആ റിയാക്ഷൻ ക്ലിയർ ആണോ? ഇത്
അതായത് സി ഡബിൾ ബോണ്ടോ സ്പ്ലിറ്റ് ചെയ്തു സി പ്ലസ് ഒ മൈനസ് ആയിട്ട് മാറി. ആർ എം ജി എക്സ് സ്പ്ലിറ്റ് ചെയ്തു ആർ മൈനസ് എം ജി പ്ലസ് ആയിട്ട് മാറി. അപ്പോ ഇതിൽ എവിടെയാണോ പോസിറ്റീവ് ചാർജ് അവിടത്തേക്കായിരിക്കും നെഗറ്റീവ് ചാർജ് വരുന്നത്. ഇവിടെ കാർബണിലാണ് പോസിറ്റീവ്, സോ ആർ മൈനസ് വിൽ അറ്റാക്ക് ദ പ്ലസ് പോസിറ്റീവ് കാർബൺ. O minus is attacked by Mg plus, so that you will get CrOMgX. Clear or no? Yes, sir. Then what is the next step? Adana followed by hydrolysis. In the hydrolysis reaction with water. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ H, R, O, Mg, X. Hydrolysis on a reaction with water. ഇവിടെയാണ് reaction. H, OH, the bond will be broken. അപ്പൊ എന്ത് കിട്ടി നോക്ക്? This will be converted to OH. ഇനി എഴുതുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. This is our R. അത് ആദ്യം എഴുതുക. C. അതിനകത്ത് രണ്ട് H ആണ്. So you can write it as CH2. Then പിന്നെയുള്ളത് ഒരു OH ആണ്. So what is this alcohol? Yes, അതേത് alcohol? Primary alcohol. Yes, it is a primary alcohol. മനസ്സിലായോ? അപ്പൊ formaldehyde react with the Grignard reagent followed by hydrolysis will give you primary alcohol. then ഇത് എഴുതിയെടുക്ക്. ഇക്വേഷൻ എല്ലാം എഴുതിയെടുക്കണം ബുക്കിനകത്ത്. എഴുതി കഴിഞ്ഞിട്ട് പറയാം പെട്ടെന്ന്. കാരണം ഇതേ റിയാക്ഷൻ തന്നെയാണ് ഞാൻ അടുത്ത എഴുതാൻ പോകുന്നത്. അതുകൊണ്ടാണ്. യു റൈറ്റ് ഇറ്റ്. എഴുതി കഴിഞ്ഞോ? കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ബിക്കോസ് ഈ മെത്തേഡില് we can prepare all the three types of alcohols. Primary ഉണ്ടാക്കാം, secondary ഉണ്ടാക്കാം, as well as we can prepare tertiary alcohol. കഴിഞ്ഞില്ലേ? Yes, sir. അടുത്തത് aldehydes other than formaldehyde. എന്ന് പറഞ്ഞാൽ ഒരു എച്ചിന് പകരം ഇവിടെ എന്ത് വരണം? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരണം. നോക്ക്, this H it is replaced by an alkyl group R dash. So this aldehyde react with Grignard reagent, you will get this H will be replaced by R. അല്ലേ? അപ്പൊ ഈ എച്ചിന് പകരം ഇവിടെ you can write it as R. അപ്പൊ ഈ എച്ചിന് പകരം നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതാം? R അല്ല, സോറി, R ഡാഷ്. മനസ്സിലായോ? അപ്പൊ അവിടെ എന്ത് കിട്ടി? R CH R dash OH. ഏതാത്? Which is that alcohol? Secondary alcohol. It is a secondary alcohol. So you can say aldehydes other than formaldehyde react with the Grignard reagent followed by hydrolysis will give you a secondary alcohol. So you write this equation also. ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ ശരിക്കും പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് കൺവേർഷനിലോട്ട് പോകാൻ പറ്റൂ. കേട്ടില്ലേ? കൺവേർട്ട് വൺ കോമ്പൗണ്ട് ടു അനദർ കോമ്പൗണ്ട്. അതിനകത്ത് നമ്മൾക്ക് പല റിയാക്ഷനും ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ഒരു റിയാക്ഷൻ പോലും വിടാനില്ല നമ്മൾക്ക്. പെട്ടെന്ന് എഴുതിയിട്ട് പറയും. കഴിഞ്ഞോ? Yes, sir. Then last one, what you can say? Ketones react with the Grignard reagent followed by hydrolysis
will give you tertiary alcohol. ഇവിടെ ഒരേ ഒരു ചേഞ്ച്. This hydrogen also will be another alkyl group. So this you can take it as R2 dash. ഇത് R2 dash. ഈ Hന് പകരം അവിടെ എന്ത് വരും? Yes, what is that alcohol? Tertiary alcohol. It is a tertiary alcohol. അപ്പോ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. Formaldehyde or ഏതാണ്? Methanol react with Grignard reagent followed by hydrolysis will give you primary alcohol. Aldehydes other than formaldehyde react with the Grignard reagent followed by hydrolysis will give you secondary alcohol. Ketones react with the Grignard reagent followed by hydrolysis will give you tertiary alcohols. Yes, ഇത് കൂടെ എഴുതിയെടുക്കുക. അപ്പൊ ഇതും addition, sorry, nucleophilic addition reactions. ഇനി അടുത്തതും very important reaction തന്നെയാണ്. The last one, it is reaction with ammonia derivatives. ആ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യ പെട്ടെന്ന്, എന്നിട്ട് പറയും കഴിഞ്ഞോ ഇല്ലയോ. കഴിഞ്ഞോ? Yes, sir. നോക്ക്. ഇനി ന്യൂക്ലിയോഫിലിക് അഡീഷനിലുള്ള ഏറ്റവും അവസാനത്തെ റിയാക്ഷൻ ആണ് റിയാക്ഷൻ വിത്ത് അമോണിയ ഡെറിവേറ്റീവ്. സോ വാട്ട് ഈസ് അമോണിയ ഡെറിവേറ്റീവ്? ലിസൺ. അമോണിയ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ അമോണിയ മോളിക്യൂളിന് one of the hydrogen atom is replaced by any other groups. ആ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? They are known as ammonia derivatives. അതാണ് you can write it as NH2 ഒരു ഗ്രൂപ്പ്, you can write it as Z. Z may be any group. ആ Z എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Is it clear? അമോണിയ എന്ന് one hydrogen replaced by any other groups. നോക്ക്. അപ്പൊ ഇവിടെ എന്ത് ടൈപ്പ് റിയാക്ഷൻ അവിടെ നടക്കും എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇതിലൊരു റീഅറേഞ്ച്മെന്റ് ഉണ്ട്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിയാക്ഷൻ വിൽ ബി വെരി വെരി സിമ്പിൾ. നോക്ക്. അവർ Grignard reagent, sorry, our carbonyl group C double bondo will react with NH2Z. Nucleophilic addition take place. ഇങ്ങനെയാണ് nucleophilic addition. Listen. C double bondo will be splitting as C plus and O minus. Ammonia derivative will be splitting as H plus and NHZ negative. അത് ക്ലിയർ ആണോ? Yes, This sir. is our electrophile, this is our nucleophile. That's all. ഇനി നോക്ക്. നേരത്തെ നടന്നിട്ടുള്ള അതേ റിയാക്ഷൻ തന്നെയാണ്. H plus will go to oxygen, NHZ will go to carbon. So that you will get carbon NHZ. ഇവിടെ OH. So this on heating, what happens? അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് കുറച്ച് അൺസ്റ്റേബിൾ ആണ്. സോ ആക്ച്വലി വാട്ട് ഹാപ്പൻ മീൻസ് ഇവിടെയുള്ള NHലുള്ള എച്ചും അതിന്റെ തൊട്ട താഴെയുള്ള OH കൂടെ ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ആസ് വാട്ടർ. സോ ദാറ്റ് യു വിൽ ഗെറ്റ് C, രണ്ട് വാലൻസി ഇവിടെ NZ.
ശരിയാണോ നോക്ക്. അതിന് ആൽഡിഹൈഡ് ആയാലും ശരി കീറ്റോൺ ആയാലും ശരി, the same reaction take place. മനസ്സിലായോ അത്? അമോണിയ ഡെറിവേറ്റീവില് എച്ച് പ്ലസും NH Z നെഗറ്റീവ്. H plus will go to oxygen, NH Z will go to carbon. ആ NH Z-ലുള്ള എച്ചും തൊട്ടടുത്ത കാർബണിലുള്ള OH-ഉം it is eliminated as water. അപ്പൊ ഇവിടെ ഇത് പോയപ്പോ കാർബൺ ഫോംസ് എ ഡബിൾ ബോണ്ട് വിത്ത് നൈട്രജൻ, സോ ദാറ്റ് യു വിൽ ഗെറ്റ് C ഡബിൾ ബോണ്ട് NZ. ഇതാണ് നമ്മുടെ അമോണിയ ഡെറിവേറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ. ഇനി നമ്മൾ ആ Z എന്നുള്ളത് എന്തൊക്കെ ഗ്രൂപ്പ് വരാം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചെറിയൊരു ഷോർട്ട് കട്ട് ഇവിടെ പറഞ്ഞു തരാം. നോക്ക്, ഇത് വേറൊന്നുമല്ല. when our aldehydes or ketones react with our ammonia derivative, മെക്കാനിസം എല്ലാം ഇതൊക്കെ തന്നെ ആയിരിക്കും. ബട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ മെക്കാനിസം ഒന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. ആൻസർ കിട്ടാൻ ഇത്രേ ചെയ്യാനുള്ളൂ. ഈ ഓക്സിജനും ഈ രണ്ട് ഹൈഡ്രജനും ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ആസ് വാട്ടർ. നോക്ക് ബാക്കി എന്താ കിട്ടുന്നത്. C, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ N, ഇവിടെ Z. അതന്നല്ലേ മുകളിലുള്ള സാധനം. ശരിയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ അമോണിയ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ. ഈ റിയാക്ഷൻ ക്ലിയർ ആണെങ്കിൽ നമ്മൾക്ക് Z എന്തൊക്കെ വരാം എന്നുള്ളത് നോക്കാം. അതാദ്യം ശരിക്കൊന്ന് നോക്ക്, അത് എഴുതി വെക്ക്. റിയാക്ഷൻ വിത്ത് അമോണിയ ഡെറിവേറ്റീവ് എന്ന് എഴുതിയിട്ട് യു റൈറ്റ് ദിസ് ഇക്വേഷൻ. എന്നിട്ട് നമുക്ക് അടുത്ത ആ Z എന്തൊക്കെയാണെന്ന് വി വിൽ ചെക്ക് ഇറ്റ്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണം, മിണ്ടാതിരിക്കരുത്. ഉണ്ടോ? പറഞ്ഞു. മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. ക്ലിയർ സർ. ഇനി നമ്മുടെ റിയാക്ഷനിൽ ഈ Z എന്ന് പറഞ്ഞ സാധനം എന്തൊക്കെ വരാം എന്നിട്ട് അതായിട്ടുള്ള നമ്മുടെ ആൾഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും റിയാക്ഷൻ നടന്നാൽ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേരും അതാണ് നമ്മൾക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ളത്. നോക്ക്, അപ്പൊ ഇതില് ഒന്നാമത്തെ കേസിൽ നമ്മുടെ NH2Z, when Z is equal to OH group, Z OH ആണെങ്കിൽ ഈ എഴുതുന്ന കോമ്പൗണ്ടിന്റെ പേര് നിങ്ങളുടെ ബുക്കിനകത്ത് എഴുതി വെക്കുക. അതിനുശേഷം റിയാക്ഷൻ പറയാം. The compound will be NH2OH. So this compound, it is known as hydroxyl amine. ഇനി രണ്ടാമത്തെ when Z is another NH2 group, the compound will be NH2NH2. This is known as hydrazine. That is known as hydrazine. Any if
Z is NHC6H5. NH ഒരു ബെൻസീൻ റിംഗ്, ഈ ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഒരു ബെൻസീൻ റിംഗ് ആണ് വന്നത്. So the compound will be NH2. This will be NH benzene ring. ഈ ബെൻസീൻ റിംഗ് അവിടെ ഇല്ലെങ്കിൽ എന്താണ്? ഹൈഡ്രസീൻ ആണ്. ബെൻസീൻ റിംഗ് വന്നപ്പോൾ അത് ബെൻസീൻ അല്ല, ഇപ്പോൾ ഇത് C6H5. It is phenyl group. So this compound is known as phenyl hydrazine. Clear? Then അടുത്തത്, if our Z is NH ഇവിടെ ഒരു NO2 ഗ്രൂപ്പ്, ഇവിടെയും ഒരു NO2 ഗ്രൂപ്പ്. ബെൻസീൻ റിംഗിൽ രണ്ട് NO2 ഗ്രൂപ്പ് അവിടെ വന്നു. അപ്പൊ ഇതെന്താണ്? NO2 ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫിനൈൽ ഹൈഡ്രസീൻ. അപ്പൊ അവിടെ രണ്ട് NO2 ഗ്രൂപ്പ് വന്നു. സോ വാട്ട് യു ക്യാൻ സേ, ഇറ്റ് ഈസ് ഡൈ നൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. എവിടേക്കാണ് നൈട്രോ ഗ്രൂപ്പ്? ഇതാണ് ഒന്നാമത്തെ കാർബൺ. അപ്പൊ ഇവിടെ 2, this will be 4. So the compound is 2,4 ഡൈ നൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. ക്ലിയർ? ഇതല്ല, ഇതാണ് ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. NH2 ഈ സാധനം വരണം. NH ബെൻസീൻ റിംഗ്, ഇവിടെ NO2 ഗ്രൂപ്പ്, here also one NO2 group. That is known as 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. അതിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ്, ഇറ്റ് ഈസ് 2,4-DNP. അതായത് 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ എന്നുള്ളതിന്റെ പേരാണ് 2,4-DNP. ക്ലിയർ? Then ഒരെണ്ണം കൂടെ ഉണ്ട്, that is known as semi carbazide. നോക്ക്, അത് അവിടെ മുകളിൽ എഴുതാം. If Z is NHCONH2, so our compound will be NH2NHCONH2. This is known as semi carbazide. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ പേരാണ് പഠിക്കേണ്ടത്, പേരാണ് ഇമ്പോർട്ടൻസ്. So that compound is known as semi carbazide. അതായത് NH2 NHCONH2. അതായത് ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്, NHCONH2 ആണ് നമ്മുടെ ഗ്രൂപ്പ്. This is our Z, that is semi carbazide. Is it clear? ഇനി ഈ പറഞ്ഞിട്ടുള്ള ഈ സാധനമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതി കഴിഞ്ഞോ? പേരെല്ലാം എഴുതിയെടുത്തോ? Yes, sir. ഇനി ഇവിടെ നോക്കും, ഈ പറഞ്ഞിട്ടുള്ള സാധനമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ആൾഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസിനെ റിയാക്ട് ചെയ്യിക്കാൻ പോവാണ്. Our aldehydes or ketones will react with hydroxylamine. So what happens? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ C double bond ഓക്സിജനും NH2 രണ്ട് ഹൈഡ്രജനും it is eliminated as water, so that you will get C double bond NOH. So you can say hydroxylamine react with carbonyl compounds. It may be an aldehyde or a ketone, so that the compound formed will be an oxime. ആ കോമ്പൗണ്ടിന്റെ പേരാണ് ഓക്സൈഡ്. ഹൈഡ്രോക്സിലമീൻ will give oxide. ക്ലിയർ ആണോ? പേരാണ് ഇമ്പോർട്ടന്റ്, റിയാക്ഷൻ എല്ലാം ഒരേപോലെയാണ്, സെയിം റിയാക്ഷൻ, ഒരു വ്യത്യാസവും ഇല്ല. എഴുതിയോ? Yes, sir. അപ്പൊ ഇത് ഹൈഡ്രോക്സിൽ അമീൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്.
aldehydes or ketones react with hydroxylamine will give oxide. Then രണ്ടാമത്തെ നോക്കാം. Aldehyde or ketone react with hydrazine. Same reaction, this oxygen and hydrogen removed. So that you will get C double bond N NH2. This compound, it is known as hydrazone. Hydrazine will give hydrazone. Hydrazine നമ്മൾക്ക് hydrazone തരും. Clear? Then അടുത്തത് phenylhydrazine ആണ്. So this phenylhydrazine react with aldehydes or ketones. Same reaction. This will give you C double bond N NH benzene. So this compound is known as phenylhydrazone. Hydrazine will give hydrazone. So phenylhydrazine will give you phenylhydrazone. You know the equation. Do it fast. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? Yes, sir. ഇനി നാലാമത്തെ സാധനം നമ്മളുടെ താഴെ റബ്ബ് ചെയ്തതാണ്. It is 2,4-dinitrophenylhydrazine. രണ്ടാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ്. So that will react with our aldehydes or ketone and you will get this product. എന്താ വ്യത്യാസം? phenylhydrazine പകരം we can say 2,4-dinitrophenylhydrazone will be produced. അപ്പൊ ഈ reaction is a very very important reaction. കാരണം this reaction is used for the identification of aldehydes and ketone. അതായത് aldehydes ആണെങ്കിലും ketone ആണെങ്കിലും that will react with 2,4-DNP or simply you can say DNP to form an orange red precipitate. ഈ ഫോം ചെയ്യുന്ന 2,4-dinitrophenylhydrazone എന്ന് പറയുന്ന സാധനം നല്ല ഓറഞ്ച് റെഡ് നല്ല ഓറഞ്ച് കളറുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ്. മനസ്സിലായില്ലേ? അതായത് when ഇത് കളറൊന്നും ഇല്ലാത്ത കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ് 2,4-dinitrophenylhydrazine. So when aldehyde or ketone is added to 2,4-DNP, what happens? That solution turns orange red precipitate. അത് നല്ല ഓറഞ്ച് കളറുള്ള precipitate ആയിട്ട് മാറും. That show the presence of aldehydes or ketones. So here this is used as a test for the identification of aldehydes or ketones. അതാണ് 2,4-DNP. 2,4-dinitrophenylhydrazine will give you 2,4-dinitrophenylhydrazone. Clear ആയി എന്ന് വിചാരിക്കുന്നു. Yes? Yes, sir. Yes, sir. Then ഇനി അവസാനത്തെ ഒരു സാധനമാണ്. It is semi-carbazide. ഇതിനകത്തും ഈ സെമി കാർബസൈഡിനകത്തും സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് അതിന്റെ റിയാക്ഷൻ പറഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. നോക്ക്. സി ഡബിൾ ബോണ്ട് O react with our semi-carbazide. Same reaction will take place. This oxygen and these two hydrogen removed as water, so that
the compound formed will be C double bond N NH CO എന്നുള്ള you can write C double bond ഒന്ന് എന്തൊക്കെ എഴുതാം NH2. This is known as semi carbazone. That compound is known as semi carbazone. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. Semi carbazide contain 2 NH group on either ends. ശരിയല്ലേ? രണ്ട് സൈഡിലും NH2 ഗ്രൂപ്പ് ആണ് സെമി കാർബസൈഡിൽ. ബട്ട് ഓൺലി ദിസ് NH2 will react with C double bond O. എന്തുകൊണ്ട് ഈ NH2 C double bond O ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല? അതാണ് ക്വസ്റ്റ്യൻ. ഇതാദ്യ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. Why the other NH2 will not react with aldehydic group or keto group? കാരണം both sides you are having NH2 groups. ഇക്വേഷൻ എഴുതി കഴിഞ്ഞോ? Yes, sir. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. This NH2 NH C double bond O NH2. ഇവിടെ this C double bond O will not react with this NH2 group. കാരണം വേറൊന്നുമല്ല, this NH2 group is highly stabilized by resonance. നോക്ക്, this nitrogen it is having one lone pair. ആ ലോൺ പെയർ ഇങ്ങോട്ട് വരുമ്പോൾ this will become double bond, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. So we'll get resonance structures. But what about this nitrogen? അത് ഇങ്ങോട്ട് വന്നാലും ഇവിടെ വേറെ ഡബിൾ ബോണ്ട് ഇല്ല. ഇവിടെ കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ആണ്. ആൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ്. ക്ലിയർ ആയോ? അപ്പൊ ഈ NH2 ഹൈലി സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്, ഇവിടെ നോ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഭാഗത്തുള്ള NH2 ഗ്രൂപ്പ് ആണ്. Okay. So these are the reactions of aldehydes and ketones with ammonia derivatives. അപ്പൊ അവിടെ 5 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് സോ ദാറ്റ് യു ആർ ഗെറ്റിംഗ് cyanohydrin. Hydrogen cyanide add ചെയ്തപ്പോ you are getting cyanohydrin, in which you are having one OH group and one cyano group on the same carbon atom. അതായത് ഒരു CN ഉണ്ട്, ഒരു OH ഒരേ കാർബൺ ആറ്റത്തിൽ തന്നെ വരുമ്പോൾ that is known as cyanohydrin. അതാണ് ഈ റിയാക്ഷൻ. രണ്ടാമത്തതില് അഡീഷൻ ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫൈഡ്, അതാണ് സോഡിയം ബൈസൾഫൈഡ്. You are getting bisulfite addition compounds. Then alcohols ആയിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ aldehydes react with monohydric alcohols to form acetal and hemiacetal. Hemiacetal and acetal. Then ketones ആണെങ്കിൽ that will react with only dihydric alcohols to give ketones or cyclic ketones. Then Grignard reagent ആണെങ്കിൽ it is used as the method of preparation of all the 3 types of alcohols, that is primary alcohols, secondary alcohols as well as tertiary alcohols. Then last one, reaction of ammonia derivatives. Ammonia derivative ആണെങ്കിൽ first one it is hydroxyl amine, that will give oxide. Hydrazine ആണെങ്കിൽ that will give hydrazone. Then phenyl hydrazine ആണെങ്കിൽ that will give phenyl hydrazone. 2,4-dinitrophenyl hydrazine, which is known as DNP, that will give you
2,4-dinitrophenyl hydrazone. അതിന് വേറൊരു പേരും കൂടിയുണ്ട്, that is 2,4-DNP, which is also known as Bosch's reagent. Bosch's reagent എന്നുള്ള പേരും കൂടി ഉണ്ടത്. അതായത് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് അതാണ്, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് Bosch's reagent is added to aldehydes or ketones. അതാണ് നമ്മുടെ 2,4-DNP or 2,4-dinitrophenyl hydrazine. So these are the nucleophilic addition reaction of aldehydes and ketones. ഈ 5 reactions, if you are having any doubts, you can ask. പറഞ്ഞോ, ആർക്കെങ്കിലും any doubt, you can ask. അടുത്തത് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും റിഡക്ഷൻ ആണ്. പറഞ്ഞോ, any doubts? Sir, Bosch's reagent hydrazine ആണോ hydrazone ആണോ? Bosch's reagent is hydrazine. Bosch's reagent ആഡ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ഹൈഡ്രസോൺ. മനസ്സിലായില്ലേ? റിയേജന്റ് ആണ് Bosch's reagent. അതായത് 2,4-DNP, 2,4-dinitrophenyl hydrazine is the reagent. അത് ആഡ് ചെയ്താൽ കിട്ടുന്ന ഓറഞ്ച് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഹൈഡ്രസോൺ. ഓക്കെ, Okay, okay, sir. Okay. ഇനി ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും റിഡക്ഷൻ ആണ്. In ordinary case, aldehydes are reduced by using reducing agents such as hydrogen, palladium use ചെയ്യാം, lithium, aluminum hydride use ചെയ്യാം, sodium borohydride. അതിൽ ഏത് reducing agent യൂസ് ചെയ്താലും our aldehydes that will be directly converted to the corresponding primary alcohol. അവിടെ ആൽക്കഹോൾ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൽഡിഹൈഡ്സിനെ റെഡ്യൂസ് ചെയ്താൽ യു ക്യാൻ പ്രിപ്പയർ പ്രൈമറി ആൽക്കഹോൾസ്. അതാണ് ഈ മെത്തേഡ്. അതേപോലെ കീറ്റോൺസ് or C double bond O or this on reduction using same hydrogen, palladium, lithium aluminum hydride, sodium borohydride ഏത് വെച്ച് റെഡ്യൂസ് ചെയ്താലും this will be converted to or C double bond എന്നുള്ളതിന് പകരം this will become CHOH or. അവിടെ റിയാക്ഷൻ വെരി സിമ്പിൾ റിയാക്ഷൻ. ഡബിൾ ബോണ്ട് ഈസ് ബ്രോക്കൺ, 2 ഹൈഡ്രജൻ വിൽ ബി ആഡഡ്. അപ്പൊ ഇവിടെ കാർബണിൽ ഒരു ഹൈഡ്രജൻ വരുമ്പോൾ CH2, ഓക്സിജനിൽ ഒരു H വരുമ്പോൾ that will become OH. അതാണ് RCH2OH. എവിടെയും അത് തന്നെയാണ്. ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് പോയിട്ട് 2 H, അതാണ് RCHOH R. അപ്പോ aldehydes on reduction you will get primary alcohol, ketones on reduction you will get a secondary alcohol. Any രണ്ട് special type of reduction and very 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 important named reaction അതാണ് നമ്മൾക്ക് ഇനി പഠിക്കാനുള്ളത്. നോക്ക്, അതായത് you can say ഇത് reduction to alcohols. അടുത്തത് reduction to hydrocarbons. അതായത് റിയാക്ഷൻ എത്രയേ ഉള്ളൂ, C double bond എന്നുള്ള സാധനത്തിന് it will be converted to CH2. ഇതാണ് റിഡക്ഷൻ ടു ഹൈഡ്രോകാർബൺ. അപ്പൊ അതില് 2 മെത്തേഡ് ആണ് റിഡക്ഷൻ ടു ഹൈഡ്രോകാർബൺസ്. നോക്ക്,
when aldehydes or ketones react with zinc amalgam and concentrated HCl. ഇതാണ് നമ്മുടെ reagent and catalyst. Zinc amalgam and concentrated HCl, which is a very strong reducing agent. So what happened means, ഇതാണ് ഇവിടെ നടക്കുന്ന reaction. Sorry, രണ്ട് hydrogen. ഇതിൽ രണ്ട് hydrogen ഈ oxygen എടുത്തിട്ട് എന്തായിട്ട് മാറി? It is converted to H2O. The other two hydrogen will form a bond with this carbon. ഇതാണ് reaction. So you can write, this will become CH2 plus H2O. ഇതാണ് reaction. മനസ്സിലായോ? And this reaction, it is a named reaction known as Clemmenson reduction. Sorry, ഇവിടെ Clemmenson, it is not ON, it is EN. Clemmenson reduction. Zinc amalgam എന്ന് പറഞ്ഞാൽ മെർക്കുറിയും സിങ്കും തമ്മിലുള്ള അലോയ് ആണ്. Zinc is dissolved in mercury അല്ലെ mercury dissolved in zinc എന്ന് വേണം പറയാം. It is an alloy. And concentrated HCl, അത് രണ്ടും കൂടിയാൽ it is a reducing agent. Strong reducing agent ആണ്. So the C double bond, it is converted to CH2 group. This reaction is known as Clemmenson reduction. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്, മറക്കരുത്, എഴുതി പഠിക്കണം. ഓക്കെ, ഇനി ഒരു റിഡക്ഷനും കൂടി ഉണ്ട്. സെയിം റിഡക്ഷൻ തന്നെയാണ്, ബട്ട് ദ റിയേജന്റ് ആൻഡ് ദ കാറ്റലിസ്റ്റ് ഈസ് ഡിഫറെന്റ്. അതായത് നമ്മുടെ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ react with hydrazine to form C double bond N NH2. You will get the corresponding edana hydrazone. Hydrazine will give hydrazone. Then avada nammal edukkunnathaanu ethylene glycol in KOH. Ethylene glycol and potassium hydroxide. എന്നിട്ട് അതിനൊന്ന് ചൂടാക്കുക. അവിടെ നടക്കുന്ന റിയാക്ഷൻ എത്രയേ ഉള്ളൂ? ലിസൺ, ഈ ബോണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക്, ഈ ബോണ്ട് ഇവിടെ നിന്നും ബ്രേക്ക്. അപ്പൊ ഇതെന്തായിട്ട് മാറി? This is converted to nitrogen gas. So this two hydrogen will form a bond with our carbon, so that you will get CH2 plus N2. And this reaction, it is known as Wolff-Kishner reduction. KISHNER. Krishnan alla Kishner reduction. WOLFF. Rende friend. Wolff-Kishner reduction. രണ്ടെണ്ണത്തിലും നോക്കുക, what is the product obtained? ഇതും CH2 തന്നെയാണ്, ഇതും സെയിം. Double bond oxygen is removed and two hydrogen are added. So one is Clemmenson reduction, other is known as Wolff-Kishner reduction. So you can say in Clemmenson reduction, aldehydes or ketones react with zinc amalgam and concentrated HCl will give you the corresponding hydrocarbon. Double bond or replaced by two hydrogen. And in Wolff-Kishner reduction, aldehydes or ketones react with the hydrazine in the presence of ethylene glycol and KOH. ഒന്നിച്ചെന്നെ പറയാം, will get the corresponding hydrocarbon. So that is Wolff-Kishner reduction, and the other one, it is Clemmenson reduction, in which the reagent and product both are same.
പക്ഷെ അതിനകത്തുള്ള ഏതാണ് കാറ്റലിസ്റ്റും ബാക്കി കോമ്പൗണ്ടും ഇറ്റ് ഈസ് ഡിഫറെന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഇനി അതിന്റെ ഓക്സിഡേഷൻ ആണ്. റിഡക്ഷൻ കഴിഞ്ഞു, ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. ക്ലിയർ അല്ലേ? ഇത് എഴുതി കഴിഞ്ഞോ? പെട്ടെന്ന് എഴുതി രണ്ട് റിയാക്ഷനും. കഴിഞ്ഞോ? എഴുതിയില്ലേ? Yes, sir. എന്തായിരുന്നുണ്ട്? യെസ്. ഇനി ആൾഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ഓക്സിഡേഷൻ റിയാക്ഷനും. So aldehydes and ketones on oxidation, aldehydes are more reactive than ketones. So aldehydes in the case sadharana mild oxidizing agent ഉപയോഗിച്ചാലും that will be converted to the corresponding carboxylic acid. പക്ഷെ ketones ആണെങ്കിൽ they are resistant to oxidation. മനസ്സിലായില്ലേ? But on strong oxidation, that is RCH2 C double bond O R, on strong oxidation, mild oxidation ആണെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല. But on strong oxidation, this ketones that will be converted to what? That also will be converted to carboxylic acids. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏതെങ്കിലും ഒരു ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യണം. So on oxidation, the C double bond O that will be retained by the smaller alkyl group. അതാണ് നമ്മുടെ റൂള്. അപ്പൊ ഇതിനകത്ത് you will be getting, this will be converted to RCOOH. This also will be converted to RCOOH. Now the bond will be breaking here. കാരണം രണ്ട് ആറും സെയിം ആണ്, പക്ഷെ ഇവിടെ ഒരു കാർബൺ ആറ്റം കൂടുതലാണ്. അപ്പൊ എവിടെയാണോ കാർബൺ ആറ്റം കുറവുള്ളത് അതിന്റെ ഒന്നിച്ചാണ് C double bond O പോകുന്നത്. So this C double bond O will be retained by the smaller alkyl group. അപ്പൊ ഇത് എന്തായിട്ട് മാറി? This will become RCOOH. അതാണ് ഇത്. ഇത് എന്താവും? This CH2 also will be converted to COOH. So we'll be getting two molecules of RCOOH. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഇനി ഇതേ ഓക്സിഡേഷൻ അത് നമ്മൾക്ക് ഒരു ടെസ്റ്റ് ആയിട്ട് മാറ്റാം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ്, അതാണ് നമ്മൾക്ക് രണ്ടെണ്ണം പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഇറ്റ് ഈസ് ടോളൻസ് റിയേജന്റ്.
നോക്ക്. ടോളറൻസ് റിയേജന്റ്. ടോളറൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ്. അതായത് അമോണിയയില് ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സിൽവർ നൈട്രേറ്റ് ആണ് അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ്. മനസ്സിലായില്ലേ? സോ വാട്ട് ഹാപ്പൻ മീൻസ് നമ്മുടെ ആൾഡിഹൈഡ്സ് ഓൺലി റിയാക്ട് വിത്ത് ടോളറൻസ് റിയേജന്റ്. കാരണം ദിസ് ടോളറൻസ് റിയേജന്റ് ഇറ്റ് ഈസ് എ വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓൺലി ആൾഡിഹൈഡ് വിൽ റിയാക്ട് വിത്ത് weak oxidizing agents. Ketones will not react with weak oxidizing agents. So when our aldehydes RCHO react with our tolerance reagent is ammoniacal silver nitrate, in which our silver forms a complex with ammonia. മനസ്സിലായില്ലേ? അമോണിയം സിൽവറും തമ്മിൽ ഒരു കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് സിൽവർ കോംപ്ലക്സ് വിൽ റിയാക്ട് വിത്ത് അവർ ആൾഡിഹൈഡ്സ് ആൻഡ് ഇറ്റ് ഫോംസ് ഈ CHO. This will be converted to RCOO minus, and here this reaction it is taking place in the presence of a base. കാരണം അമോണിയയുടെ പ്രസൻസിലാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. So ammonia is a base. Ammonium hydroxide will be formed. അതാണ് അവിടെ OH minus എഴുതിയിട്ടുള്ളത്. So the 3 OH minus. So that our aldehyde it is converted to RCOO minus. Then this silver complex it will be reduced to silver. അത് silver metal ആയിട്ട് reduced. Then ammonia will be released plus water. Water plus ammonia. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റിയാക്ഷൻ നമ്മൾ ഒരു ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ ആൾഡിഹൈഡ്സ്. നോക്ക്, നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ടെസ്റ്റ് ട്യൂബില് ടേക്ക് സം ആൾഡിഹൈഡ്സ്, ആഡ് സം ടോളറൻസ് റിയേജന്റ്, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ആക്കി മാറ്റി. എന്നിട്ടോ this solution it is kept in a water bath. ഒരു വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ഇതിനെ ചൂടാക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇത് വെക്കുക, വെള്ളത്തിനകത്ത് ചൂടാക്കുക. ഡയറക്റ്റ് തീയിൽ കാണിച്ച് ചൂടാക്കരുത്. സോ ആഫ്റ്റർ 10 minutes 5 or 10 minutes ഈ ടെസ്റ്റ് ട്യൂബ് നിങ്ങളുടെ പുറത്തോട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ആ ടെസ്റ്റ് ട്യൂബിൽ എത്ര വരെയാണോ സൊല്യൂഷൻ ഉണ്ടായിരുന്നത് അത്രയും ഭാഗത്ത് ഈ ടെസ്റ്റ് ട്യൂബിന്റെ മുകളിൽ യു ക്യാൻ സി സിൽവർ വിൽ ബി ഡെപ്പോസിറ്റഡ്. അതായത് ശരിക്കും നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന പോലെ ഉണ്ടാവും നമ്മൾക്ക് ഇവിടെ ഈ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡ്. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ സിൽവർ മിറർ. അതായത് ആ സിൽവർ ദിസ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഓവർ ദിസ് ടെസ്റ്റ് ട്യൂബ്. ദാറ്റ് ഈസ് വൈ ദിസ് ടെസ്റ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് silver mirror test. ആ ടെസ്റ്റിന്റെ പേരാണ് സിൽവർ മിറർ ടെസ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ശ്രദ്ധിക്കുക, നമ്മൾക്ക് തന്നിട്ടുള്ളത് ആൾഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണിത്. കാരണം നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് എന്ത് ചെയ്തു? ബോഷ്യസ് റിയേജന്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലായി? തന്നിട്ടുള്ളത് ആൾഡിഹൈഡോ കീറ്റോണോ ആണെന്ന് മനസ്സിലായി. ബിക്കോസ് ബോഷ്യസ് റിയേജന്റ് വിൽ റിയാക്ട് വിത്ത് ബോത്ത് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ആണ് ഇത്. അത് ആൾഡിഹൈഡ് ആണോ അല്ല കീറ്റോൺ ആണോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ? യു ക്യാൻ യൂസ് ദിസ് ടോളറൻസ് റിയേജൻസ്. സോ ഓൺലി ആൾഡിഹൈഡ് വിൽ ഗിവ് സിൽവർ മിറർ ടെസ്റ്റ്, കീറ്റോൺ വിൽ നോട്ട് ഗിവ് സിൽവർ മിറർ ടെസ്റ്റ്. ഇത് മനസ്സിലായോ? അതായത് ടോളറൻസ് റിയേജന്റ് ഈസ് എ വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ്. സോ ദാറ്റ് വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ശരിക്കും അവിടെ ചെയ്യുന്ന എന്താണ്? ആൾഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്യാം. പക്ഷെ ആ കൺവേർഷനിൽ ആൾഡിഹൈഡ് ഈസ് ഓക്സിഡൈസ്ഡ്. പക്ഷെ അവിടെ നടക്കുന്ന വേറെ എന്താണ്? സിൽവർ ഈസ് റെഡ്യൂസ്ഡ്. അതായത് സിൽവർ അതിന്റെ കോമ്പൗണ്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു സിൽവർ മെറ്റൽ. അതാണ് നമ്മൾ ഒരു ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
Is that clear? Yes, sir. ഇനി ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. That is for aldehydes. അതും aldehydes ടെസ്റ്റ് ആണ്. That is also a weak oxidizing agent which is known as the Fillings solution. Fillings solution. And this test is also known as Fillings test. അപ്പോൾ ഇവിടെ filling solution contain two parts. അതാണ് filling solution A and filling solution B ആണ്. Filling solution A എന്ന് പറഞ്ഞാൽ it is nothing but the blue colored copper sulfate solution. Filling solution B ആണെങ്കിൽ it is the solution of or you can say it is known as the Rochelli salt. Rochelli salt എന്ന് പറഞ്ഞാൽ നമ്മുടെ tartaric acid ന്റെ sodium potassium salt ആണ്. tartaric acid നമ്മളെ ടാമറിൻഡിലുള്ള പുളിയിലുള്ള ആസിഡ് ആണ്, which is a dicarboxylic acid. അതായത് tartaric acid ന്റെ രണ്ട് എൻഡിലും you can see രണ്ട് COOH group. അതിൽ one of the hydrogen is replaced by sodium, other is replaced by potassium. അതാണ് sodium potassium salt of tartaric acid, which is known as sodium potassium tartrate. അതാണ് നമ്മുടെ റോച്ചെല്ലി സോൾട്ട്. മനസ്സിലായില്ലേ? റോച്ചെല്ലി സോൾട്ടിന്റെ ആൽക്കലൈൻ സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. ഒരു ടെസ്റ്റ് ട്യൂബില് ടേക്ക് സം ആൽഡിഹൈഡ്, ആഡ് ഫില്ലിംഗ് സൊല്യൂഷൻ എ, അതിനുശേഷം ഫില്ലിംഗ് സൊല്യൂഷൻ ബി ഇൻ ഈക്വൽ അമൗണ്ട്സ്. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ദിസ് കളർ വിൽ ബിക്കം റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ റെഡ് കളർ. അപ്പൊ ആ റെഡ് കളർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ആൽഡിഹൈഡ്സ്. കീറ്റോൺ വിൽ നോട്ട് റിയാക്ട് വിത്ത് ഫില്ലിംഗ് സൊല്യൂഷൻ. അവിടെ ഒരു കളർ ചേഞ്ച് നമ്മൾക്ക് കാണാൻ പറ്റില്ല ഇഫ് ഇറ്റ് ഈസ് എ കീറ്റോൺ. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ filling solution. അതിന്റെ equation also you can write RCHO plus Cu2 plus. അതാണ് കോപ്പർ സൾഫേറ്റ് എന്ന് കിട്ടുന്നത്. RCHO plus Cu2 plus. ആൽക്കലൈൻ സൊല്യൂഷൻ ആയതുകൊണ്ട് അവിടെ OH minus. There also RCHO will be converted to RCOO minus. Then Cu2 plus will be converted to Cu2O. അതായത് ഇവിടെ 2 plus ഉള്ളത് ഇവിടെ എന്തായിട്ട് മാറി? It become +1. ഈ സാധനത്തിനാണ് ഏത്? റെഡ് കളർ Cu2O പ്ലസ് ബാക്കി വരുന്നത് എന്തായിരിക്കും? അവിടെ വാട്ടർ ആണ്, H2O. എത്ര എണ്ണം? 3 വാട്ടർ മോളിക്യൂൾ. സോ ദി Cu2O എന്നുള്ളതിന്റെ കളർ ആണ് റെഡ് കളർ. Or you can say reddish brown precipitate. Reddish brown precipitate. So this is the reaction with filling solution, and it is known as the fillings test. Aldehyde ano ketone ano you can check it by using this fillings solution. Filling solution is A is copper sulfate, B is the alkaline solution of sodium potassium tartrate, or you can say Rochelli salt. Clear? ഇനി ഒരു റിയാക്ഷനും കൂടെ ബാക്കിയുണ്ട്. ഇറ്റ് ഈസ് ദി റിയാക്ഷൻ ഓഫ് എ മീഥൈൽ കീറ്റോൺ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ തീരും. പിന്നെ അതിനകത്ത് കുറച്ച് special type of reactions ആണ്, and all those reactions are very very important named reaction. ഈ പറയുന്നതും ഒരു named reaction തന്നെയാണ്.
Look, the name of the reaction is haloform reaction, or you can say haloform test ആണ്. അതിൽ അയഡിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ that is known as an iodoform test. അപ്പൊ ഇവിടെ this test or this reaction will be undergone by the compound which contain a C double bond O CH3 group. ഈ ഗ്രൂപ്പിന്റെ പേരാണ്, ഇതെന്താ സാധനം? മീഥൈൽ ഗ്രൂപ്പ്. ദിസ് C double bond O ഗ്രൂപ്പിനെയാണ് നമ്മൾ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. So this haloform reaction will be taking place in the compound which contain a methyl keto group, or you can say a methyl ketone. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ H വന്നാലും എന്തായി? It is acetaldehyde that contain methyl keto group. ഇവിടെ ഒരു CH3 വന്നാലും എന്തായി? That contain a methyl keto group. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ if it is CH3 CH2 C double bond O CH2 CH3 ആണെങ്കിൽ that will not undergo this haloform test. കാരണം അതിനകത്ത് ഈ ഗ്രൂപ്പ് ഇല്ല. COCH2 പോരാ, COCH3 തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന റിയാക്ഷൻ അവിടെ നടക്കൂ. ക്ലിയർ? നോക്ക്. So when the compound contain a methyl keto group, when it is treated with sodium hypohalite, sodium hypohalite എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, NaOH. This H will be replaced by a halogen. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു ഹാലജനും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. That's all. So actually what happened means, ഇവിടെ hydrolysis take place. അവിടെ ഹൈഡ്രോളിസിസ് എങ്ങനെ നടക്കും? ആദ്യം അവിടെ റിയാക്ഷൻ നടക്കുന്നത് ഹാലജൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. നോക്ക്, അതായത് നമ്മുടെ CH3 C double bond O, ഇവിടെ CH3 വേണ്ട, R എടുക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം മതി. ഓക്കെ, R എടുക്കാം, അല്ലെങ്കിൽ H, ഏതെങ്കിലും ആവട്ടെ. പ്ലസ് ഹാലജൻ, അതാണ് NaOH in the presence of halogen. അതാണ് അത് NaOH ആയിട്ട് മാറുന്നത്. റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. All the three hydrogen atom will be replaced by, this will get R C double bond O, this will become CH3 plus 3HX. ആ റിയാക്ഷൻ മനസ്സിലായോ? ഇതിലുള്ള 3 ഹാലജൻ ഇതിലുള്ള 3 ഹൈഡ്രജൻ ആയിട്ട് എന്തായിട്ട് മാറി? HX ആയിട്ട് മാറി. ബാക്കി 3 ഹാലജൻ forms a bond with this carbon, so that you will get R C double bond O CX3. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഹൈഡ്രോളിസിസ് യൂസിങ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് എന്താ ഹൈഡ്രോളിസിസ്? നോക്ക്, R C double bond O CH3, ഇവിടെ H, ഇവിടെ OH, the bond will be broken. എന്താ കിട്ടുന്നത് നോക്ക്? This will be converted to RCOOH. ഇത് the other one, it will be converted to CH3. ഇതാണ് നമ്മുടെ ഹാലോഫോം. അപ്പൊ ഇവിടെ ഈ X ഉള്ളത് if it is chlorine, ഇവിടെ കിട്ടുന്നത് that will be chloroform. If instead of chlorine, if it is iodine, ഇവിടെ കിട്ടുന്നത് this will be iodoform.
and this iodoform, it is used as a test. അത് വേറൊന്നുമല്ല, ഇവിടെ ശ്രദ്ധിക്കുക, when this halogen is iodine, this X will be nothing but 3 iodine. ഇവിടെ this will be iodine. ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? You'll get CHI3, which is nothing but iodoform and which is a yellow precipitate. ബാക്കിയുള്ള ഹാലോഫോമിനൊന്നും കളർ ഇല്ല, ഓൺലി iodoform it is having an yellow color. അപ്പൊ ആ യെല്ലോ കളർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? The compound that contain a CH3CO group or it is a methyl ketone. ഇങ്ങനെയുള്ള ഗ്രൂപ്പുള്ള സാധനത്തിന്റെ ടെസ്റ്റിംഗ് ആണ് iodoform ടെസ്റ്റ്. ഓക്കെ, യെസ്, പെട്ടെന്ന് അത് എഴുതിയെടുക്കുക, എന്നിട്ട് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇത് വേണം ഒന്നും കൂടെ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, പേടിക്കണ്ട, കേട്ടില്ലേ? ഹാലോഫോം ടെസ്റ്റ് വി വിൽ ഡിസ്കസ്. അപ്പൊ ഒരു 2 ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വിൽ ബി കംപ്ലീറ്റഡ്. കാരണം ഓർഗാനിക്കിലുള്ള ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് ദിസ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. കാരണം ആൽഡിഹൈഡ്സും കീറ്റോൺസും ഏകദേശം തീർന്നു, ഇനി കാർബോക്സിലിക് ആസിഡ് ആണ് ബാക്കിയുള്ളത്. ഇതിൽ തന്നെ 2-3 റിയാക്ഷൻ കൂടെ ബാക്കിയുണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന റിയാക്ഷൻസ്, അതേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. ഗോട്ട് ഇറ്റ്? എഴുതിയോ? Yes, sir. അപ്പൊ ഇത് ഇന്ന് തന്നെ വായിച്ചു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ഷുഡ് ആസ്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, കേട്ടില്ലേ? കാരണം ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾക്ക് ചെയ്യാനുണ്ട്. ഇന്ന് പഠിച്ചിട്ടുള്ള റിയാക്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത റിയാക്ഷൻസിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാലോ? Okay, sir. യെസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.